യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ സ്നേഹം നിറഞ്ഞ മക്കൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറുന്നതിനായിട്ട് സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 36-ാം തിരുവചനം. കർത്താവിൻ്റെ ഭാരം എന്ന് നിങ്ങൾ ഇനി ഒരിക്കലും പറയരുത്. ഓരോരുത്തനും അവനവൻ്റെ വാക്ക് തന്നെ ഭാരമായി തീരും. എന്തെന്നാൽ നമ്മുടെ ദൈവവും സൈന്യങ്ങളുടെ കർത്താവുമായ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു, നാവിനെ നിയന്ത്രിക്കണമെന്ന്. ഈ നോമ്പാചരിക്കുന്ന ഈ 50 ദിവസം നമ്മുടെ നാവിന് കടിഞ്ഞാണിടണമെന്ന് ഇന്ന് ദൈവം വീണ്ടും വചനത്തിലൂടെ പറയുകയാണ്. ആ നാവിൽ നിന്ന് വരുന്ന വാക്ക് തന്നെയായിരിക്കും നിന്റെ ഭാരമായി തീരുക എന്ന്. നമ്മുടെ നാവിനെ ശ്രദ്ധിക്കുക. ദൈവത്തോട് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തിയിലേക്കും ഇറങ്ങുക. കർത്താവിൻ്റെ അനുവാദം വാങ്ങി കർത്താവ് സമ്മതിച്ചാൽ മാത്രം ഓരോ കാര്യങ്ങളിലും ഇറങ്ങിപ്പുറപ്പെടുക. ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ആ വചനത്തെ ഒരിക്കലും വളച്ചൊടിക്കുവാൻ പോകരുത്. അങ്ങനെ ചെയ്താൽ അത് നിനക്കൊരു ഭാരമായി മാറും. പ്രാർത്ഥിക്കുവാൻ ആരോടേലും ചോദിക്കുമ്പോൾ ദൈവം എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത് എന്ന്, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ആരായുക മാത്രമേ ചെയ്യാവുള്ളൂ. പ്രവചിക്കുന്നവനും ദൈവഹിതം മാത്രം പ്രവചിക്കുക. ഇന്ന് 50 ദിവസം നമ്മളെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലെ ഓരോ മക്കൾക്കും ദൈവം സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ ഓരോരുത്തരും ദൈവം ഉപയോഗിച്ച് ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഒരു ഉപകരണമായി മാറ്റുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോടു കൂടെ ആയിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം നിങ്ങളിൽ നിറവേറുവാൻ വേണ്ടി ദൈവത്തോട് മുട്ടിപ്പായി യാചിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾക്കെല്ലാവർക്കും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയും ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ
ജ്ഞാനത്താലും വിവേകത്താലും അവർ നിറയുവാനും ഈശോയുടെ സാന്നിധ്യം അവരുടെ പരീക്ഷാ ഹാളിൽ നിറഞ്ഞു നിന്ന് എഴുതുന്ന പരീക്ഷകളെല്ലാം വിജയകരമാകത്തക്കവണ്ണം അത് നല്ല രീതിയിൽ എഴുതുവാനും ദൈവം അവർക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ ഉദ്യമങ്ങളും വിജയകരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും സന്തോഷത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദർശനങ്ങളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അനുഗ്രഹങ്ങളാലും ദൈവം അവരെ ഓരോരുത്തരെയും തൻ്റേതായി മാറ്റട്ടെ. അവരുടെ ജീവിതത്തിൽ ഈശോ കടന്നു ചെല്ലട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയിലെ ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കുന്നതായി സാക്ഷ്യങ്ങൾ പറയുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ ദൈവവചനത്തിലൂടെ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.